ബാലൻസിലേക്ക് ഇതെല്ലാം കൊടുത്ത് പറ്റി. വെള്ളം വേണമെങ്കിൽ എടുത്ത് കുടിക്കണം. എപ്പോഴും എന്റെ പുറകെ നടക്കരുത്. അതിനാ വെള്ളം ചോദിച്ചില്ലല്ലോ. ചിക്കു നിനക്ക് വെള്ളം എടുത്ത് കുടിച്ചൂടെ? തുടങ്ങി ഷോ. എപ്പോഴും എന്തിനാ അമ്മയോട് ചോദിക്കണേ? നിങ്ങളോട് കൂടിയായി പറഞ്ഞത് ഒരെണ്ണ ഉറപ്പനെ ചെയ്യൂല. ഞാനിപ്പോ എന്ത് ചെയ്തു? പിന്നെ ഏത് ദിവസം ചിക്കു? വാലന്റൈൻസ് ഡേ. വാലന്റൈൻസ് ഡേ അല്ല, ഫെബ്രുവരി 14 നമ്മുടെ പീരിയഡ്സ് ഡേ. അയ്യോ എന്തിനാ ഓടണേ? ഓ ഈ തുണിയൊക്കെ ഇങ്ങനെ കേട്ടോ. നിന്റെ അച്ഛൻ ഇതൊക്കെ ചെയ്യണേ? എന്താ അച്ഛാ ഈ കാണിക്കണേ? എന്റെ പൊന്നു ചിക്കു, ഇനി ഒരു 3 ദിവസത്തേക്ക് നിന്റെ അമ്മ രാജാവും നമ്മളൊക്കെ അടിമകൾ വേണം. പിന്നടാ അടിമ. പുറത്തു പോകുമ്പോ ഈ ലൈറ്റ് ഓഫ് ഇടുന്ന് പറഞ്ഞിട്ടില്ല ഞാൻ. അയ്യേ, ഈ ബെഡ് മടക്കിതൊന്നും ശരിയായിട്ടില്ലല്ലോ. പേടിത്തൂറി. ഈ പാത്രങ്ങളൊക്കെ ഒന്നുകൂടി കഴുകണം. ഇത്രക്ക് പേടിയാ അച്ഛന്? ഇങ്ങോട്ട് വരാൻ. ഫുഡ് എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ഉണ്ട്. ദോശയൊക്കെ നല്ല ടെൻഡറാ. അതെ അതെ, തൊണ്ടനെ ഇറക്കണില്ല. ചിക്കൻ ആണെങ്കിൽ വിട്ടു വിട്ട് കിടക്കണം. ഇതില് ചിക്കൻ എവിടെ? എന്നാ കൊള്ളാം. ഇത് എന്തിനു കറി വെച്ചാ? സത്യം. അങ്ങനെ സക്സസ്ഫുള്ളി 3 ദിവസം കഴിഞ്ഞു. ചിക്കു ഇനിയുള്ള 2 ദിവസം വരെ രാജാവല്ല, വെറും മന്ത്രിയാ. എന്തുവേണേലും ചോദിക്കും. എന്നെ കാശ് വെച്ചാലാ? അപ്പൊ നല്ല ആട്ട് കിട്ടും. അമ്മേ വെള്ളം. എന്നാ ചിക്കു കുടിച്ചോട്ടാ. ശരിയാണല്ലോ. ചിക്കു നെക്സ്റ്റ് ഒരു 3-4 ദിവസം വരെ രാജകുമാരി ആയിരിക്കും. ഫുള്ള് റൊമാൻസ് ആയിരിക്കും. ആ പരിസരത്തോട്ട് വന്നേക്കരുതേ. കണ്ടാ അറിയാം. കഴിക്കേട്ടാ. എനിക്കിതൊക്കെ കാണുമ്പോഴാണ്. കുറച്ചുകൂടി കഴിക്കേ. അമ്മ എനിക്കും വരട്ടാ. നിനക്ക് കൈയില്ല, എടുത്ത് കഴിച്ചൂടെ? സോറി ചിക്കു. എടുത്ത് കഴിക്കുക അങ്ങോട്ട്. എപ്പോഴും മാറി തരാൻ പറ്റോ? അത് വേണം. എനിക്ക് വേറെ പണിയില്ല. റൊമാൻസ് ഡേയ്സ് കഴിഞ്ഞ് ഞാൻ മറന്നുപോയി. ഇനി കുറച്ചധികം ഒന്നും നടക്കൂല. അച്ഛാ അമ്മേനെ ഡോക്ടറെ കാണിച്ചാലോ? ചിക്കു ലോകത്തുള്ള ഏകദേശം എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണ്. അതെ. എന്തോ ഹോർമോൺ വ്യത്യാസമാണ് ഇതിനൊക്കെ കാരണം എന്നാണ് പറയണത്. അപ്പൊ ഞാനും ഇങ്ങനെയൊക്കെ ആവോ അച്ഛാ? ഇത്ര നേരം അച്ഛ അമ്മയുടെ കാര്യങ്ങളല്ലേ പറഞ്ഞേ. ഇനി അച്ഛന്റെ ലീല പ്രസംഗങ്ങൾ കേട്ടാലോ? പറയരുത്. പറയും പറയരുത്. പറയും. അങ്ങനെ പറയാമേ. ഇവളൊക്കെ വീട്ടിൽ പറഞ്ഞു കൊടുക്കുന്നു. പറയട്ടെ.